വീണ്ടും വാർത്തകളിലേക്ക്. സ്കൂളുകളിലെങ്ങും ക്രിസ്മസ് ആഘോഷം. എടത്തിരുത്തി സെന്റ് ആൻസ് ഹൈസ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വാർഡ് മെമ്പർ KM മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഉദയ പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ മേരിയാൻ ക്രിസ്മസ് സന്ദേശം നൽകി. പ്രധാനാധ്യാപിക സിസ്റ്റർ മീറ അധ്യക്ഷയായിരുന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മധുര വിതരണവും ഉണ്ടായിരുന്നു. തൃപ്പയാർ ശ്രീവിലാസ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം പഞ്ചായത്ത് അംഗം ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആഫ്റ്റർ ഡെത്ത് എന്ന് പലരും പറയുന്നത് ശരിക്കും അന്ന ഡൊമിനി എന്ന് പറഞ്ഞൊരു വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് AD. ക്രിസ്തുവിന് ശേഷമുള്ള കാലം എന്നാണ്. അപ്പൊ ക്രിസ്തുദേവൻ ജീവിച്ചിരുന്ന കാലം അതൊക്കെ ചരിത്രത്തിൽ നിന്ന് പോയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ക്രിസ്തുദേവൻ ഏതാണ്ട് 32 വർഷം, യേശുദേവൻ 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ BC എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിന് മുൻപും, AD എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിന് ശേഷമാണ്. അപ്പൊ ക്രിസ്തുദേവൻ ജീവിച്ചിരുന്ന കാലം. പ്രധാനാധ്യാപിക ME നസീറാബി അധ്യക്ഷയായിരുന്നു. മദർ സുപ്പീരിയർ AN ജിസ ക്രിസ്മസ് സന്ദേശം നൽകി. ഹബീബ മജീദ്, അംബിക, ഷിഫാനത്ത്, ഹരിപ്രിയ, K സ്നേഹ തുടങ്ങിയവരും സംസാരിച്ചു. എടത്തിരുത്തി RCUP സ്കൂളിൽ വിവിധ പരിപാടികളുടെ ക്രിസ്മസ് ആഘോഷം നടത്തി. ക്രിസ്മസ് പപ്പ മത്സരം, നക്ഷത്ര നിർമ്മാണ മത്സരം, ക്രിസ്മസ് റാലി എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ ജോണി മേനാച്ചേരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക MP ജെസി, PTA പ്രസിഡന്റ് ഷെരീഫ് വലിയകത്ത്, VK ജലജ, ഫാദർ വിൽസൺ പെരേപ്പാടൻ എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപ്പിനി പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ച പുൽക്കൂടുകൾ ശ്രദ്ധേയമായി. വർണ്ണ ബലൂണുകളാലും അരങ്ങുകൾ കൊണ്ടും അലങ്കരിച്ച പുൽക്കൂടുകളിൽ ഉണ്ണിയേശുവിന്റെ രൂപങ്ങളും കുട്ടികൾ തയ്യാറാക്കി. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സ്വന്തമായി നിർമ്മിച്ച ക്രിസ്മസ് കാർഡുകൾ പരസ്പരം കൈമാറി ആശംസകൾ നേർന്നു. തുടർന്ന് നടന്ന യോഗം ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഗീത, മോഹനൻ കണ്ണമ്പുള്ളി, മധു പടിക്കശ്ശേരി, ശോഭന, ബിനി എന്നിവരും സംസാരിച്ചു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ലത രാജഗോപാലൻ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ചെയർമാൻ MA ഷൗക്കത്ത് അലി കുട്ടികൾക്ക് ക്രിസ്മസ് ദിന സന്ദേശം നൽകി. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലത സേവ്യർ, വൈസ് പ്രിൻസിപ്പാൾ സുജാത മോഹൻ ബാബു, സുനിതാനന്ദൻ തുടങ്ങിയവർ കുട്ടികൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ബൈബിൾ വചനത്തെ ആസ്പദമാക്കി സ്കിറ്റ്, വർണ്ണാഭമായ ഡാൻസ് എന്നീ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സാന്റാക്ലോസ് വേഷമണിഞ്ഞ ക്രിസ്മസ് അപ്പൂപ്പൻ കുട്ടികൾക്ക് മധുരം വിളമ്പി. സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ സമ്മാനിച്ചു. From
മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് നടന്ന ചടങ്ങിൽ തന്ത്രി കുട്ടംപുള്ളി നാരായണ നമ്പൂതിരിയാണ് കൊടിയേറ്റ് നിർവഹിച്ചത്. ഇനിയുള്ള 7 ദിവസങ്ങളിലാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുക. വ്യാപാരി വ്യവസായി സമിതി കൈപ്പമംഗലം യൂണിറ്റ് ഭാരവാഹിയും കാളമുറിയിലെ ഹോണസ്റ്റ് ബാർബർ ഷോപ്പ് ഉടമയുമായ മോഹനന്റെ വീടാക്രമിച്ച് ഭാര്യയെയും മകനെയും കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ വ്യാപാരി വ്യവസായി സമിതി യോഗം പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ കൈപ്പമംഗലം സംസ്കാര സാഹിതി യോഗം പ്രതിഷേധിച്ചു. KB അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പെരിഞ്ഞനം കുറ്റിലക്കടവിൽ കനോലി കനാലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട്ടുകാരൻ മുങ്ങി മരിച്ചു. മൂന്നുപീടിക കാക്കാത്തുരുത്തി റോഡിലെ പട്ടാളം മാർക്കറ്റിലെ ജോലിക്കാരനായ ബിച്ചുമുത്തുവാണ് മരിച്ചത്. കുറ്റിലക്കടവ് നടപ്പാലത്തിനടുത്ത് വെള്ളിയാഴ്ച വൈകിട്ട് 5:30യോടെയാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം പോലീസിൽ ഏൽപ്പിച്ച 9ാം ക്ലാസ് വിദ്യാർത്ഥി മാതൃകയായി. വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെയും പോലീസിന്റെയും അഭിനന്ദനം. MES അസ്മാബി കോളേജിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന് എടമുട്ടത്ത് തുടക്കമായി. സ്കൂളുകളിലെങ്ങും ക്രിസ്മസ് ആഘോഷം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.